Good morning, all. ഇന്നലെ എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇന്നലെ എടുത്തത്? ഓക്കെ. ഓക്കെ, നമ്മ ഇനി ഇവിടെ മുതലാണല്ലേ ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽ മുതൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് സെന്റൻസ് അല്ലേ? അല്ലേ? ആണോ? ആണ് അല്ലേ? തുടങ്ങാം. മിസ് പറഞ്ഞ നമ്മുടെ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. മിസ് എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ ഒരു ഇത്തിരി സമയം, ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ വായിച്ചു നോക്കാൻ ശ്രമിക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് the objective of mock drill is to assess the emergency preparedness plan of the organization and scrutinize standard operating procedures so that concerned person would perform their duties in an effective manner while keeping in cognizance of life and property. എന്താണ് the objective of mock drill? നമ്മുടെ mock drill കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ എന്താണ് ഇത് കൊടുക്കാം അല്ലെ, മോക്ക് ഡ്രില്ലുകൾ കൊടുക്കാം, സാങ്കല്പികമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എന്താ ചെയ്യുന്നത്? അതുപോലെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? ആണോ? മിസ് CPR പറഞ്ഞു അല്ലെ? CPRന്റെ ട്രെയിനിങ് തരുമ്പോ എന്താണ്, നമുക്ക് ഡെമോ ആയിട്ട് ഒരാൾ കിടക്കും, അയാൾക്കല്ലേ നമ്മൾ CPR കൊടുത്ത് നമുക്ക് ട്രെയിനിങ് തരുന്നത്, കൊടുക്കാൻ അല്ലേ? ആണോ? അപ്പൊ അതാണ് ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. നമ്മൾ സാങ്കല്പികമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് തരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, അങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മൾ അതെന്താണ് അനുഭവിക്കുകയാണല്ലേ, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യല്ലേ ചെയ്യുന്നത്, ആണോ? ഇപ്പൊ നമ്മ പറഞ്ഞ സിനിമയില് ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട് അല്ലെ? പക്ഷെ പുറത്തിരിക്കുന്നവർക്ക് എന്താണ്, ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടെന്നല്ലേ തോന്നുന്നത്, അല്ലെങ്കിൽ വലിയ ഇടി അല്ലെ, ഫൈറ്റ് എടുക്കുന്നത് സിനിമ ആണ് നമ്മൾ കാണുന്ന, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ? ആണോ? അപ്പൊ നമുക്കറിയാം അല്ലെ, നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യാണ് അല്ലെ? അപ്പൊ അതേപോലെ എന്താണ്, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ട എമർജൻസി പ്ലാൻ പ്രിപ്പയർഡ്നെസ് അല്ലെ, എന്താണ് വിലയിരുത്തുക. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് അതിനെ നേരിടുന്നതിന് വേണ്ടി, ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് അടിയന്തരമായിട്ട് ഏതൊക്കെ രീതിയിൽ തയ്യാറെടുക്കണം അല്ലെ? ആ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്, അപ്പൊ ആ ഒരു തീ അണക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ പ്രിപ്പയർനെസ് അല്ലെ, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്. പിന്നെ എന്താണ്, ആൻഡ് സ്ക്രൂട്ടിനൈസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, എന്താണ്, കൂടാതെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ട ഒരു സൂക്ഷ്മ പരിശോധന കൂടിയാണ് അല്ലെ അങ്ങനെയുള്ള ആ ഒരു മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണോ? ആണ് അല്ലെ? ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടായി, അപ്പൊ നമ്മ എന്താണ്, അതേപോലെ നമ്മ സാങ്കല്പികമായിട്ട് ഒരു ഏരിയാസില് തീപിടുത്തം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ട് റിസ്കുകൾ ഇല്ലാത്ത രീതിയിൽ എന്താണ് ഒരു തീപിടുത്തം അല്ലെ ക്രിയേറ്റ് ചെയ്തിട്ട്
അവിടെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കണം അല്ലെ? ആ ഒരു തീയെ ശരിയായ രീതിയിൽ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർക്ക് സൂക്ഷ്മ പരിശോധന നടത്താൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കൽ ഡ്രില്ലുകളിലൂടെ സാധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സാങ്കല്പികമായിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു കൺസേൺഡ് പേഴ്സൺ അല്ലെ, ആ ഒരു പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് കാര്യക്ഷമമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവർക്കറിയാം അല്ലെ ഇന്ന റിസ്കുകൾ ഉണ്ട് അല്ലെ, അവർക്കറിയാൻ സാധിക്കില്ലേ? ഉണ്ടോ? അറിയാൻ സാധിക്കോ? അറിയാൻ സാധിക്കും അല്ലെ? അപ്പൊ അവർക്കറിയാം എന്താണ് ഈ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ റിസ്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് അവർക്ക് കാര്യക്ഷമമായ രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ? അല്ലേ? അല്ലെ? അവരുടെ ജീവനും സ്വത്തിനും അല്ലെ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടായിരിക്കും അല്ലെ അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ മോക്ക് ഡ്രില്ലിന്റെ ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായാല് അതിനു വേണ്ടി അവർക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാം അല്ലെ? കൂടാതെ എന്താണ് അത് എഫക്റ്റീവായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ അതിനു വേണ്ട നടപടിക്രമങ്ങൾ നടത്തുന്നതിനുള്ള ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക എന്നതാണ് നമ്മുടെ മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടീസ് അവർക്ക് എന്താണ് എഫക്റ്റീവായ രീതിയിൽ എന്താണ് കാര്യക്ഷമമായ രീതിയിൽ അവർക്ക് ഫലപ്രദമായ രീതിയിൽ അവർക്ക് നിർവഹിക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ ഫയർമാൻ അമ്മമാരെ കാണാറുണ്ട് അല്ലെ? അവരെങ്ങനെ, ഗുഡ് മോർണിംഗ്, അവർക്ക് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ അണയ്ക്കാം അല്ലേ? അപ്പൊ അതിനു വേണ്ട ട്രെയിനിങ് ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഒരു ഫയർമാൻ മൂവി കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിന്റെ ബേസിസിലൊക്കെ അല്ലേ? അതേപോലെ എന്താണ് അങ്ങനെയുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള മോക്ക് ഡ്രില്ലാണ് മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് എഫക്റ്റീവായ രീതിയിൽ അല്ലെ ഫലപ്രദമായ രീതിയിൽ അത് അവർക്ക് എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാം, അത് ശരിയായ രീതിയിൽ എന്താണ് അവർക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക എന്നത് കൂടിയാണ് മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പേഴ്സണൽസിന് ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് തന്നെ അല്ലെ സംരക്ഷണം നൽകിക്കൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടീസ് അവരുടെ കടമകള് അവർക്ക് ഫലപ്രദമായ രീതിയിൽ നിർവഹിക്കാൻ കൂടി സാധിക്കുന്നു. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ് അല്ലെ? ഈ ട്രെയിനിങ്ങിനുള്ള തയ്യാറെടുപ്പില് പ്രിപ്പയർഡ്നെസ്സില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് പറയുന്നത് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബ്രീസ്. ഫോളിംഗ് ഡിബ്രീസിൽ നിന്ന് പറഞ്ഞാല് വീഴുന്ന അവശിഷ്ടങ്ങള്, ആ ഒരു അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെ
പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ വേണം അല്ലെ. ഫലപ്രദമായിട്ടുള്ള എന്താണ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. PPE കിറ്റുകൾ പോലെയുള്ളതിലെ അവരെ ഹെഡിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് നല്ല കൂടിയ രീതിയിലുള്ള ഹെൽമെറ്റുകൾ വെക്കുക, ഐ പ്രൊട്ടക്ഷൻ നടത്താം, അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ക്ലോത്തിലേക്കൊക്കെ മറ്റുള്ള അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ തീയൊക്കെ പിടിക്കാതിരിക്കുന്നതിനുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അവർക്ക് നൽകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫോളിംഗ് ഡിബ്രിസിൽ നിന്ന് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് ആ ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്ന പേഴ്സൺസിലെ വ്യക്തികളെ സംരക്ഷിക്കുന്നതിനുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ നൽകുക. ഓക്കെ. ഇപ്പൊ തീപിടുത്തം ഉണ്ടായി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്താണ്, അവർ ശരിയായ രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചില്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തീപിടിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലെ. ആണോ? ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ നൽകുക. ഓക്കെ. അല്ലെങ്കിൽ മുകളിൽ നിന്ന് വീഴുന്ന അല്ലെ അവശിഷ്ടങ്ങൾ, നമ്മുടെ കൺസ്ട്രക്ഷൻസിന്റെ വോളിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അവർ തലയിലേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തലയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽമെറ്റുകള്, അതല്ലെങ്കിൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഗൂഗിൾസ് അല്ലെ, അങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റുകളൊക്കെ അവർക്ക് നൽകുക. നെക്സ്റ്റ് പറയുന്നത് പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദി വൂണ്ടഡ്. എന്താണ് അതില് പരിക്കേറ്റവരെ ഉടൻ രക്ഷിക്കുക അല്ലെ. എന്താണ് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് രക്ഷിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങള് അവർക്ക് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തണം. വേണ്ടേ? അവരെന്തിനു വേണ്ടിയിട്ടാണ് പേഴ്സണൽ ഇങ്ങനെയുള്ള ട്രെയിനിങ് നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ പരിക്കേറ്റവരെ നമുക്ക് എങ്ങനെ ഉടൻ രക്ഷിക്കാം എന്നതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കണ്ടേ? വേണം അല്ലെ. അപ്പൊ എന്താണ് പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദി വോണ്ടഡ് അല്ലെ. പരിക്കേറ്റവരെ ഉടൻ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് കാണിക്കുന്ന കാര്യങ്ങള് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് എന്താണ് ട്രയേജ് ഓഫ് ദി വോണ്ടഡ് അല്ലെ. പരിക്കേറ്റവർക്ക് ട്രയേജ് നൽകുന്ന രീതി അല്ലെ, അവരെ സോർട്ട് ചെയ്യുന്ന രീതി അവരെന്താണ് അക്യൂട്ട് കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണോ, ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ മൈനർ പേഷ്യൻസ് ആണോ അല്ലെ. അങ്ങനെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. റെസൂസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജുവേർഡ് വിക്ടിംസ് അല്ലെ. എന്താണ് പരിക്കേറ്റവർക്ക് റെസൂസിറ്റേഷൻ അല്ലെ, CPR പോലെയുള്ള റെസൂസിറ്റേഷൻ നൽകണം, ഫസ്റ്റ് എയ്ഡുകൾ നൽകണം അല്ലെ. അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ്, സർജിക്കൽ എക്യുപ്മെന്റ്, എസെൻഷ്യൽ മെഡിസിൻ, ബ്ലാങ്കറ്റ് അല്ലെ. എന്താണ് നമ്മുടെ ഈ ഒരു റിലീഫ് സപ്ലൈ, ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. സർജിക്കൽ എക്യുപ്മെന്റുകൾ ആവശ്യമായി വരുന്നുണ്ട്, എസെൻഷ്യൽ മെഡിസിനുകൾ ആവശ്യമായി വരുന്നുണ്ട്, പിന്നെ എന്താണ് ബ്ലാങ്കറ്റുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതലുകള്. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ് അല്ലെ. ഇപ്പൊ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെന്താണ് ചിലപ്പോ വാട്ടർ അല്ലെ, വെള്ളത്തിന്റെ ദൗർലഭ്യത ഉണ്ടാകാം അല്ലെ. ആണോ? നോർമൽ കപ്പാസിറ്റിയിലും കൂടുതൽ ആളുകളെയാണ് അല്ലെ കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ വെള്ളത്തിന്റെ ദൗർലഭ്യത ഉണ്ടാകാം. അപ്പൊ അത് നമുക്ക് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാം അല്ലെ, അതിനെ കുറിച്ചുള്ള ട്രെയിനിങ് നൽകാം. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ് അല്ലെ. എന്താണ് വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുമതലകൾ വിനിയോഗിക്കുക അല്ലെ. ഇപ്പൊ എന്താണ് നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കോ? ഇല്ല അല്ലെ. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങള് ഇഫക്റ്റീവായ രീതിയിൽ അവർക്ക് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റീസ് എല്ലാവർക്കും അനുവദിച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇപ്പൊ നമ്മ എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ. അതില് പ്ലാനിങ് പറഞ്ഞു, നെക്സ്റ്റ് ട്രെയിനിങ് എടുത്തു അല്ലെ.
നെക്സ്റ്റ് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്, ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രെയിനിങ് കൊടുത്തു, അവരെന്താണ് ഡിസാസ്റ്റർ എമർജൻസി പ്ലാൻ പ്രിപ്പയർ ചെയ്തു, അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ലഭ്യമാക്കി. നെക്സ്റ്റ് എന്താണ് ഓരോ പേഴ്സൺസിനെയും അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജോബുകള് എഫക്റ്റീവ് ആയ രീതിയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകി. നെക്സ്റ്റ് പറയുന്നത് എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക. ഓക്കെ, എടുക്കാലോ. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ആളുണ്ടായിരിക്കും. മെമ്പേഴ്സ് ഒന്നില്ലെങ്കിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. ഫ്രം ദി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്, നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസോ അതിൽ മെമ്പർ ആയിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് പറയുന്നത് ദ ചീഫ്സ് ഓർ ഹെഡ് ഓഫ് ദി വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഹെഡുമാര് ഇതില് അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ ചീഫ്സ് ഓർ ഹെഡ്സ് ഓഫ് വേരിയസ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി, ഫാർമസി, റേഡിയോളജി അങ്ങനെയുള്ള ആൻസിലറീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ചീഫ് അല്ലെങ്കിൽ ഹെഡ് ഇതിൽ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ ചീഫ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓർ മാട്രോൺ അല്ലെ, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, ചീഫ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഇതിൽ അംഗമായിരിക്കും. നെക്സ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സ്റ്റോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ വിതരണം ചെയ്യുന്ന സപ്ലൈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആളുകൾ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഇപ്പൊ നമുക്ക് ചിലപ്പോ എന്താണ് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വാർഡുകളൊക്കെ നിർമ്മിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ വെയിറ്റിംഗ് റൂം ഒക്കെ ചിലപ്പോ വാർഡുകളാക്കി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ കാഷ്വാലിറ്റി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ വേണോ? ഇപ്പൊ നമ്മുടെ കൊറോണ വന്നപ്പോ എന്താണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കാൻ ചിലപ്പോ ഹോസ്പിറ്റലിൽ അവര് സ്പേസ് തികയാതെ വന്നു അല്ലെ. അപ്പൊ അവര് എന്ത് ചെയ്തു? അവരുടെ വെയിറ്റിംഗ് ഏരിയാസ് ഒക്കെ ഐസൊലേഷൻ റൂമുകളാക്കി മാറ്റിയോ? ടെമ്പററി അല്ലേ ആണോ? മാറ്റി അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ വേണ്ടേ? കൺസ്ട്രക്ഷൻ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസർ അല്ലെ, എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും, ലൈസൺ ഓഫീസർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദി ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ചീഫ് ഹെഡ് ഉണ്ടായിരിക്കും. ദ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുണ്ടായിരിക്കും. ഹോസ്പിറ്റൽ കിച്ചൺ ഓർ ഡയറ്ററി സർവീസിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ദി സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഇഫ് പ്രസന്റ്, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഹോസ്പിറ്റൽ യൂണിയൻസ്, എന്താണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലെയുള്ള ഹോസ്പിറ്റൽ യൂണിയൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആളുകളും ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് initiation of central command structure or incident command system. The incident command system ICS question വരുന്നതാണ് ട്ടോ. ICS stands for ചോദിക്കാം. Dash is a standardized എന്നും പറഞ്ഞ് ചോദിക്കാം ട്ടോ. അപ്പൊ അത് അടയാളപ്പെടുത്താം. ICS is a standardized approach to the command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഒരു ദുരന്തം ഉണ്ടായി, ഒരു ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിന് ചുറ്റുമുള്ള ആളുകൾ മാത്രമാണോ അവര്
പ്രൊട്ടക്ട് ചെയ്യാൻ, അവരെ സംരക്ഷിക്കാൻ പോകുന്നത് ആണോ? അവരെ ജീവൻ രക്ഷിക്കാനും അവർക്ക് വേണ്ട മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാനും അവരെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യാനും ആണോ? അല്ല. ഒരുപാട് സന്നദ്ധ സംഘടനകള്, ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ ഇടപെടാറുണ്ട് അല്ലേ? ചിലപ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകൾ വരെയും അതിൽ ഇടപെടാറുണ്ട് അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് എമർജൻസി സിറ്റുവേഷനിൽ അവിടുത്തെ എന്താണ് ആ ഒരു റെസ്പോൺസ് അല്ലെ, നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് അല്ലെ, റിക്കവറി ചെയ്തെടുക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങള് എന്താണ്, നല്ല രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ നമ്മുടെ മൾട്ടിപ്പിൾ ഏജൻസീസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെ, ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ചിനെയാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അടിയന്തര പ്രതികരണത്തിൽ അല്ലെ, ഇപ്പൊ അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാല് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ റിക്കവറി ചെയ്തെടുക്കണം അല്ലെ, വീണ്ടെടുക്കണ്ടേ? അവരെന്താണ് ഇപ്പൊ നമ്മുടെ വയനാട് ആ ദുരന്തം ഉണ്ടായപ്പോൾ എന്തോരം ആളുകൾ ആ മണ്ണിന്റെ അടിയിലൊക്കെ പെട്ടുപോയത് അല്ലേ? ആണോ? ചൂരൽമലയിലെ ആ ദുരന്തത്തില് അപ്പൊ എന്ത് ചെയ്ത് ഒരുപാട് ആളുകൾ ആ മണ്ണിന്റെ അടിയിലൊക്കെ ഇതാക്കി അവരെ തിരിച്ചല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേണ്ട അല്ലെ, എന്താണ് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെ കമാൻഡ് കൊടുക്കണം, അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. അവര് പല ഏജൻസികളാവുമ്പോൾ എന്താണ് എല്ലാവരും ഒരുപോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പല ഏജൻസി, മൾട്ടിപ്പിൾ ഏജൻസീസ് ആണ് അല്ലെ? ആണോ? അല്ല. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് കൊണ്ടുവരണം, ഒരു യൂണിറ്റ് കൊണ്ടുവരണം അല്ലെ? വേണോ? ഒരു കോപ്പറേഷൻ, ഒരു കോർഡിനേഷൻ കൊണ്ടുവരണം അല്ലെ? അപ്പൊ ആ ഒരു കോർഡിനേഷൻ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഒരു എമർജൻസി സിറ്റുവേഷൻ നടക്കുന്ന അങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട റെസ്പോൺസുകള് മൾട്ടിപ്പിൾ ഏജൻസീസിൽ നിന്നുള്ള അല്ലെ, വിവിധ ഏജൻസികളിൽ നിന്നുള്ള അവരുടെ റെസ്പോൺസുകൾക്ക് വേണ്ട കമാൻഡ് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, അവർക്കിടയിൽ ഒരു ഏകോപനം, ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് HICS. അപ്പൊ അതിൽ തന്നെ ഉണ്ട് അല്ലെ, എന്താണ് ആ പേരിൽ തന്നെ ഉണ്ട്, HICS, ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ. അപ്പൊ നോക്കിയേ, HICS is an incident management system based on principle of incident command system. നമ്മുടെ HICS ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ. ഒരു എന്താണ്, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാല് അതിനെതിരെ മാനേജ് ചെയ്യുന്നതിനുള്ള അല്ലെ, കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം അപ്രോച്ച് ആണ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്, തത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. which assist hospitals and healthcare organization in improving their emergency management planning, response and recovery capabilities for unplanned or planned events. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന അല്ലെ, അവര് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിക്കോട്ടെ അല്ലെങ്കിൽ അൺപ്ലാനഡ് ആസൂത്രണം ചെയ്യാത്തതായിക്കോട്ടെ ഒരു ഇവന്റ്, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് എഫക്റ്റീവായ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിനുള്ള പ്ലാനിങ്ങും റെസ്പോൺസിനെയും റിക്കവറിയെയും എന്താണ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് HICS എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്
പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ പ്രതീക്ഷിച്ചോ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഇവന്റ്സുകളായി ആവാം അല്ലെ. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് അവിടേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരാ എന്നുള്ളത് അവര് പ്ലാൻ ചെയ്തുണ്ടാകുന്ന ഒരു ഇവന്റ് ആണോ? ഹോസ്പിറ്റലില് പ്ലാൻ ചെയ്തു വരുന്ന ഒരു സംഭവമാണോ? അല്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം? ഇഫക്റ്റീവായ രീതിയിലായിരിക്കണം അല്ലെ. ആണോ? ആയിരിക്കണം. അപ്പൊ ആ ഒരു റെസ്പോൺസ് ഇഫക്റ്റീവായ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്, റെസ്പോൺസ്, പിന്നെ എന്താണ് റിക്കവറി അല്ലെ. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം? റിക്കവറി ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റിക്കവറി കേപ്പബിലിറ്റീസിന്റെ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തെയാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് സ്റ്റാഫ്. അവരുടെ ഫങ്ഷൻസ്, ഇൻസിഡന്റ് സ്റ്റാഫ് ആരൊക്കെയാണ്? ഓരോ സ്റ്റാഫുകളുടെയും ഫങ്ഷൻസ് അല്ലെ, പ്രവർത്തനം എന്താണ്? ഫസ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. എന്താണ്? ദുരന്ത പ്രവർത്തനങ്ങളില് ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും, ഓൾ ആസ്പെക്ട്സുകൾ അല്ലെ, എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഏരിയാസിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വേണം അല്ലെ. പേഷ്യൻസിന് വേണോ? ഇല്ലേ? വേണം. അങ്ങനെയുള്ള എല്ലാ വശങ്ങളുടെയും അല്ലെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ദുരന്ത പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം അല്ലെ. മെഡിക്കൽ ആസ്പെക്ട്സ് മാത്രം നൽകിയാൽ മതിയോ പേഷ്യൻസിന്? അല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കണം അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, വേണ്ടേ? വേണം അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്? ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ, സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. എന്താണ്? നമ്മുടെ മെഡിക്കൽ ആയിക്കോട്ടെ മറ്റ് ഇൻഫർമേഷൻസ് അല്ലെ, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻസ് എന്താണ്? സർക്കുലേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഔട്ട്സൈഡിലുള്ള ആളുകൾക്ക് കൊടുക്കണം അല്ലെ. ഇത്ര പേഷ്യൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇത്ര പേർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന സിറ്റുവേഷൻ ആണെന്നൊക്കെ എല്ലാവർക്കും വിവരങ്ങൾ കൊടുക്കണോ? മീഡിയാസിന് കൊടുക്കണം. പിന്നെ എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കണം. സ്റ്റാഫുകളുടെ കുറവുണ്ടെങ്കിൽ അത് നികത്തി കൊടുക്കണം അല്ലെ. വേണോ? അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ് നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ. എന്താണ്? നമ്മുടെ മെഡിക്കൽ ഓർ അതർവൈസ് അല്ലാത്ത നോൺ മെഡിക്കൽ വിവരങ്ങള്, വിവരങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ, വിത്തിൻ ഹോസ്പിറ്റൽ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ അകത്തേക്കും പുറത്തേക്കും ആ വിവരങ്ങള് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പബ്ലിക് റിലേഷന്റെ ഓഫീസറുടെ ഡ്യൂട്ടി. നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഓപ്പറേറ്റിംഗ് ആൻഡ് അലേർട്ടിംഗ് ഓൾ ദ സെക്യൂരിറ്റി സ്റ്റാഫ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഡിപ്ലോയിങ് ദം. എന്താണ്? ആശുപത്രിയിലെ എല്ലാ സുരക്ഷാ ജീവനക്കാരെ പ്രവർത്തനക്ഷമമാക്കുകയും അലേർട്ട് ചെയ്യുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്ക് ഫീൽ ചെയ്യും അല്ലെ. ഹോസ്പിറ്റലിൽ തിരക്കുണ്ടാവുന്നില്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ.
ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മീഡിയാസ് വരും. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് മാത്രമാണോ വരുന്നത്? പബ്ലിക് വരും, VIPs വരും, മീഡിയാസ് വരും അല്ലേ? ഒരുപാട് ആംബുലൻസുകൾ വരും അല്ലേ? അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരെയും കൺട്രോൾ ചെയ്യണ്ടേ? അപ്പൊ അതിന് വേണ്ട അല്ലെ, ആശുപത്രിയിലെ എല്ലാ ഇങ്ങനെയുള്ള കൺട്രോളിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിലെ എല്ലാ സുരക്ഷാ ജീവനക്കാരെയും പ്രവർത്തനക്ഷമമാക്കുകയും അവരെ അലേർട്ട് ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിന്യസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലൈസൺ ഓഫീസർ. ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് collaborate with the other agencies to the victim of MCI or disaster, providing rescue and relief. എന്താണ് നമ്മുടെ MCI ദുരന്തം, അതായത് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന വിക്ടിം ആവുന്ന ആളുകളുണ്ട് അല്ലെ, ഇരകളാവുന്ന ആളുകളില്ലേ, അവർക്ക് പരിക്കേൽക്കുന്നവരല്ലേ, ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി പരിക്കേൽക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ള ഇരകൾക്ക് എന്താണ് മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് എന്താണ് അവർക്ക് വേണ്ട രക്ഷാപ്രവർത്തനങ്ങളും ആശ്വാസവും നൽകുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആളുകൾ തികയാതെ വരില്ലേ ഇവർക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, ഇവരെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിന് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം വരില്ലേ? ആണോ? ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയുള്ള മറ്റ് ഏജൻസികളുമായി പ്രവർത്തിച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നമ്മുടെ വിക്ടിമായവർ മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റിലോ അല്ലെങ്കിൽ ഡിസാസ്റ്ററിലോ വിക്ടിമായവർക്ക് വേണ്ട എന്താണ് രക്ഷാപ്രവർത്തനങ്ങളും ആശ്വാസവും നൽകുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് പറയുന്നത് പ്ലാനിംഗ് ചീഫ് അല്ലെ, എന്താണ് റെസ്പോൺസിബിൾ ഫോർ ദി മാൻ പവർ പ്ലാനിങ്. ഇവർക്ക് കുറെ വിഭവങ്ങളും അല്ലെ, റിസോഴ്സുകളും മരുന്നുകളോ എക്യുപ്മെന്റുകളും സ്ഥലങ്ങളോ ഒക്കെ മാത്രം കൊടുത്താൽ മതിയോ? മാൻ പവർ വേണം അല്ലെ, ആളുകള് വേണം, സ്റ്റാഫുകൾ വേണം അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യ ശക്തി മാൻ പവർ പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പ്ലാനിങ് ചീഫിനാണ്. നഴ്സുമാർ വേണം, ഡോക്ടേഴ്സ് വേണം, സെക്യൂരിറ്റി സ്റ്റാഫുകൾ വേണം, മറ്റു വോളണ്ടിയേഴ്സ് വേണം, ടെക്നിക്കൽ സ്റ്റാഫുകൾ വേണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മാൻ പവർ പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം പ്ലാനിങ് ചീഫിനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ ചീഫ്. നെക്സ്റ്റ് അതിലെന്താണ്? കംപ്ലീറ്റ് ഇൻ ചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് അല്ലെ, എല്ലാ രോഗി പരിചരണ പ്രവർത്തനങ്ങളും നമ്മുടെ രോഗികൾക്ക് നൽകുന്ന കെയേഴ്സിന്റെ അല്ലെ പരിചരണ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ചുമതല, കംപ്ലീറ്റ് ഇൻ ചാർജ് അല്ലെ, പൂർണ്ണ ചുമതല ഓപ്പറേഷൻ ചീഫിനാണ്. ഓക്കെ, നമ്മുടെ രോഗികൾ വരുന്ന അല്ലെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വിക്ടിമായി വരുന്ന രോഗികൾക്ക് വേണ്ട രോഗീ പരിചരണ രോഗീ പരിചരണ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, പരിചരണം കൊടുക്കുക, അങ്ങനെയുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഓപ്പറേഷൻ ചീഫിനാണ്. നെക്സ്റ്റ് പറയുന്നത് ലോജിസ്റ്റിക് ചീഫ് ഇൻ ചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസസ് ഓഫ് ദി ഹോസ്പിറ്റൽ. എന്താണ് മറ്റ് സപ്പോർട്ട് സർവീസുകൾ അല്ലെ ഹോസ്പിറ്റലിലെ, എന്താണ് ലബോറട്ടറി, റേഡിയോളജി അല്ലെ, അപ്പൊ ഡയറ്ററി, അങ്ങനെയുള്ള സപ്പോർട്ട് സർവീസുകളുടെ ഇൻചാർജ് നമ്മുടെ ലോജിസ്റ്റിക് സ്റ്റാഫിനാണ്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ഓഫീസർ അല്ലെ, എന്താണ് നമ്മുടെ നോർമൽ കപ്പാസിറ്റിയിലും കൂടുതൽ ആളുകളെ കൊണ്ടുവരും, നമുക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്നുണ്ടോ? ആ ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ ഇന്റർവെല്ലിനുള്ളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വേണം, എക്യുപ്മെന്റുകൾ വേണം, പിന്നെന്താണ് മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് വേണം അല്ലേ? ആണോ? അപ്പൊ അവർക്ക് പൈസ വേണ്ടേ? ഫിനാൻസ് വേണം അല്ലേ? കുറച്ച് സമയത്തിനുള്ളിൽ അവർക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നമ്മൾ കൊടുക്കണ്ടേ? ഹോസ്പിറ്റലുകാർ കൊടുക്കണം അല്ലേ? കൊടുക്കണം. അപ്പൊ അവിടെയുള്ള റിസോഴ്സുകള്, എക്യുപ്മെന്റുകള്, ഫെസിലിറ്റീസ് ഒക്കെ മതിയാവോ? ഇല്ല, അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ?
അപ്പൊ അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഫണ്ട് വേണ്ടേ, പൈസ വേണ്ടേ? അപ്പൊ ആ ഒരു ഉത്തരവാദിത്തമാർക്കാണ്, ഫിനാൻസ് ഓഫീസർക്കാണ്. ഈസ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് ആൻഡ് ക്ലിയർ ദ വേ ഫോർ എമർജൻസി പർച്ചേസസ്. എന്താണ് നമ്മുടെ എമർജൻസി ഫണ്ട് അല്ലെ? ആ ഒരു ഡിസാസ്റ്റർ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് സംഭവിച്ച് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി ഫണ്ട് അനുവദിക്കുക എന്നുള്ളതും കൂടാതെ എമർജൻസി പർച്ചേസ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഫിനാൻസ് ഓഫീസർക്കാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മുടെ എന്താണ് ഇൻസിഡന്റ് സ്റ്റാഫുകളും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മക്കളെ. ഫിനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിക്കാം, ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ ഓഫ് പ്ലാനിങ്, പ്ലാനിങ് ചീഫ് അല്ലെ? അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അടയാളപ്പെടുത്താം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഇതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് അല്ലെ? ഓരോരുത്തർക്കും അവരുടെ ജോബുകൾ അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് അറിയുന്നതിനുള്ള ജോബ് കാർഡുകൾ തയ്യാറാക്കുക. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട് ICS ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ ഈച്ച് ആൻഡ് എവറി പൊസിഷൻ അല്ലെ, ഓരോ ആളുകൾക്കും താഴെ മുതൽ മുകളിലെ തട്ടിൽ വരെ ജോലി ചെയ്യുന്ന ഓരോ പൊസിഷനിലുള്ളവർക്കും എന്ത് ചെയ്യാം, അവരുടെ ജോലികൾ എന്താണെന്ന് കാണിക്കുന്ന ജോബ് കാർഡുകൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓരോരുത്തർ ആരൊക്കെയാണ് അല്ലെ? സോറി, ഇൻസിഡന്റ് കമാൻഡ് സ്റ്റാഫ്, സോറി ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ? അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മ പറഞ്ഞു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്താണെന്ന് മിസ് പറഞ്ഞില്ലേ? മൾട്ടിപ്പിൾ ഏജൻസികളിൽ നിന്നുള്ള ആ ഒരു ദുരന്ത സമയത്ത് അവരെ ആ ഒരു പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യുന്നതിനും അവർക്ക് വേണ്ട കമാൻഡ് കൊടുക്കുന്നതിനും അല്ലെ, അവരെ കോർഡിനേഷൻ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ചിനെയാണ് ICS അല്ലെ, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തില് ഈച്ച് ആൻഡ് എവറി പൊസിഷൻ നമ്മുടെ ഓർഗനൈസേഷനിലെ ആ ഒരു ഈച്ച് ആൻഡ് എവറി പൊസിഷനിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മ മുൻകൂട്ടി തന്നെ ആളുകളെ നിയമിക്കുക അല്ലെ, തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് കോംപ്രഹെൻസീവ് സ്റ്റോർഡ് സേഫ്ലി ഇൻ ഡിസാസ്റ്റർ മാനുവൽ കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ഡിസാസ്റ്റർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അലേർട്ടാണ് കോഡ് റെഡ്. പിന്നെ നമുക്ക് കാർഡിയാക് അറസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറുമായിട്ടോ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ എന്താണ് കോഡ് ബ്ലൂ അല്ലെ? പഠിച്ചോ? അത് ഓർമ്മയുണ്ടോ? കോഡ് ബ്ലൂ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മിസ് എടുത്തത് ഓർമ്മയുണ്ടോ? അതല്ലാണ്ട് നമ്മുടെ ഹോസ്പിറ്റലില് കെമിക്കൽ ലീക്കേജ് നടന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റൽ അലേർട്ട് കൊടുക്കുന്നതാണ് കോഡ് ഓറഞ്ച്. അപ്പൊ അങ്ങനെയുള്ള കളർ കോഡുകൾ എന്താണ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള കളർ കോഡുകൾ, ഡിസാസ്റ്റർ മാനുവൽ കോഡുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററില്. ലാസ്റ്റ് പഠിക്കാനുണ്ട് ബോക്സ്. ഇത് കണ്ടിരുന്നോ? ആരെങ്കിലും കണ്ടിരുന്നോ? ഇതില് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലുള്ള ഓരോ കളർ കോഡുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് കളർ കോഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങള് അവര് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ്
all areas related with the emergency management plan. അല്ലെ നമ്മ എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പഠിച്ചു അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനുവൽ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ, എന്നിട്ട് അത് എല്ലാ ഏരിയാസിലേക്കും ലഭ്യമാക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു എമർജൻസി മാനേജ്മെന്റ് പ്ലാന് ഓരോ ഏരിയാസുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണോ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന പ്രൊസീജിയേഴ്സും പ്രോസസ്സുകളും ആണോ? അല്ല. അതാണോ ഫാർമസിയിലെ പ്രൊസീജിയേഴ്സ്? അല്ല അല്ലെ. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ അനുസൃതമായിട്ട് അവർക്ക് വേണ്ട എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഓരോ ഏരിയാസിലേക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സെറ്റ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദി കീ ഇൻഡിവിജ്വൽസ്. പ്രധാന വ്യക്തികൾക്ക് നമ്മ ഇൻസിഡന്റ് സിസ്റ്റം ഇൻസിഡന്റ് സ്റ്റാഫുകളൊക്കെ പറഞ്ഞു അല്ലെ. അതില് ഓരോരുത്തരെയും പറഞ്ഞിട്ടുണ്ട് അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ, ലൈസൻസ് ഓഫീസർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രധാന ഇൻഡിവിജ്വൽസിന് അവര് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ചെക്ക് ലിസ്റ്റുകൾ നൽകുക. നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദി ഇൻഡിവിജ്വൽസ്. പ്രധാന വ്യക്തികൾക്ക് മാത്രം അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതിയോ? അതർ സ്റ്റാഫുകൾക്ക് കൊടുക്കണം അല്ലെ. അവരെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണോ? അവരെന്തൊക്കെ ചെയ്യണം അല്ലെ? സ്റ്റാഫ് നഴ്സുകൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം, സെക്യൂരിറ്റി സ്റ്റാഫുകൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് ഫോർ ദി ഇൻഡിവിജ്വൽസ്, മറ്റു ഇൻഡിവിജ്വൽസിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുക. കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. ഡിഫറെന്റ് കളർ കോഡുകളിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അവരുടെ ജോബുകളും ജോബ് കാർഡുകളും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പൊ ചിലപ്പോ സ്പില്ലേജ് വേസ്റ്റ്, അതായത് ആ കളർ കോഡ് ഓറഞ്ചിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകളായിട്ടില്ല, കോഡ് പിങ്കിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ. അപ്പൊ ഓരോ ഡിഫറെന്റ് കളർ കോഡുകളിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്ന് കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ജോബ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ജോബ് കാർഡ് പ്രിപ്പറേഷൻ. ഫസ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ അല്ലെ, അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാഫുകളിൽ ആരൊക്കെയാണ് അല്ലെ ഉൾപ്പെടുന്നത് എന്ന് ആരൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ലൈസൻസ് ഓഫീസർ ആയിട്ട് വരുന്നത്, പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ട് വരുന്നത്, ലോജിസ്റ്റിക് സ്റ്റാഫ് ആയിട്ട് വരുന്നത് അല്ലെ. അങ്ങനെ എന്താണ് ഓരോ സ്ഥാനവും അസൈൻ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്നത് എന്താണ്, സമഗ്രവും സുരക്ഷിതമായിട്ടുള്ള കളർ കോഡുകൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർ ചെയ്യുകയും അത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഓരോ ഏരിയാസും അല്ലെ, നമ്മുടെ ഫാർമസി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, അങ്ങനെ ഓരോ ഏരിയാസും റിലേറ്റ് ചെയ്തിട്ടുള്ള എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയും അത് ഓരോ ഏരിയാസിലേക്കും പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസും കീ ഇൻഡിവിജ്വൽസ് പ്രധാന വ്യക്തികളും അവർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ജോബ് ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ കീ പ്രധാന വ്യക്തികൾക്ക് മാത്രമല്ല മറ്റ് സ്റ്റാഫുകള്, മറ്റ് ഇൻഡിവിജ്വൽസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഓരോ കളർ കോഡുകളിലും ഓറഞ്ച്, റെഡ്, പിങ്ക്, പർപ്പിൾ അല്ലെ, അങ്ങനെയുള്ള ഓരോ കളർ കോഡുകളിലും ഉൾപ്പെടുന്ന സ്റ്റാഫുകൾക്ക് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്ന് കാണിക്കുന്ന ജോബ് പ്രിപ്പറേഷൻ കാർഡുകൾ തയ്യാറാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി ആരൊന്നും അനങ്ങുന്നില്ലല്ലോ. അവസാനം പ്രീതിയും പറഞ്ഞു ഓക്കെ. മക്കളെ മിസ് ആദ്യം തന്നെ എടുത്തപ്പോ തന്നെ പറഞ്ഞു അല്ലെ, ഡിസാസ്റ്റർ ഒരു കുറച്ച് ടഫ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ.
നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ബോറടിക്കുന്നുണ്ടോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ലാസ്റ്റ് സെക്ഷൻ നല്ല എളുപ്പമാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ്, പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന് ആക്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഏരിയാസ് ഏതെല്ലാമാണ്? ഫസ്റ്റ് പറയുന്നത് എന്താണ്? കമാൻഡ് സെന്റർ അല്ലെ. ഓരോ ഏരിയാസിലേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കമാൻഡ് സെന്റർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, പേജിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്. എന്താണ്? ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഹോസ്പിറ്റലിന്റെ അകത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്കും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് പേജിങ്. പേജിങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ട് പേജിങ്. ലൗഡ് സ്പീക്കറില് അല്ലെങ്കിൽ മൈക്കില് ഇൻഫോർമേഷൻസ് കൈമാറുന്നത് കേട്ടിട്ടുണ്ടോ? മറ്റുള്ളവരെ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേജിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഹോട്ട്ലൈൻ ഏരിയാസ്. എന്താണ്? ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒക്കെ അറിയാലോ നമുക്ക്, എമർജൻസി ഹെൽപ്പ് ലൈൻ, ഫയർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോട്ട്ലൈൻ ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി ടെലിഫോൺ എക്സ്ചേഞ്ചും ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സെക്യൂരിറ്റി ഓഫീസ് ഓർ പോലീസ് പിക്കറ്റ് അല്ലെ, നമുക്ക് അവിടുത്തെ ആ ഒരു തിരക്ക് അല്ലെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ഓഫീസും പോലീസ് പിക്കറ്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയാസ് അല്ലെ, എന്താണ്? കൊണ്ടുവരുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ട്രയേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ട്രയേജ് ഏരിയാസും റിസപ്ഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഡീകണ്ടാമിനേഷൻ ഏരിയ ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ അല്ലെ, എന്താണ്? അണുവിമുക്തമാക്കിയ ഏരിയ, ഡീകണ്ടാമിനേഷൻ ഏരിയ ഉണ്ടായിരിക്കും. മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ് അല്ലെ, ചെറിയ ചെറിയ മുറിവുകൾ, ചെറിയ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ് ഉണ്ടായിരിക്കും. അക്യൂട്ട് കെയർ ഏരിയാസ് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എന്താണ്? കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട് അല്ലെ, അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുരുതര പരിചരണം നൽകുന്നതിന് വേണ്ടി, എമർജൻസി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അക്യൂട്ട് കെയർ ഏരിയാസ് ഉണ്ടായിരിക്കും. ഡെഫിനിറ്റീവ് കെയർ ഏരിയാസ്, എന്താണ്? നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, വാർഡുകൾ പോലെയുള്ള ഡെഫിനിറ്റീവ് കെയർസ് ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് അല്ലെ, എന്താണ്? നമുക്ക് ആ ഫുൾ ടൈം പരിചരണം കൊടുക്കണം അല്ലെ, അവര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അല്ലെ, മേജർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണ് പറ്റിയത് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ICU അല്ലെ, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയാസ്, ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? കൊണ്ടുവരുന്ന പേഷ്യൻസിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്താണ്? ബോഡി സൂക്ഷിക്കുന്നതിന് വേണ്ടി മോർച്ചറി, ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് ഓർ നോൺ ഇഞ്ചേർഡ്, പരിക്കുകൾ പറ്റാത്തവരെയോ അല്ലെങ്കിൽ എന്താണ് പരിക്കുകൾ പറ്റിയിട്ട് അവരെ കൊണ്ടുവരുന്ന റിലേറ്റീവ്സിനൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയാസ് അല്ലെ, ഹോൾഡിംഗ് റൂം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഡിസാസ്റ്റർ ഒക്കെ പറ്റി കൊണ്ടുവരുന്ന സമയത്ത് പുറത്തുള്ള പബ്ലിക്കിന് വിവരങ്ങൾ തരുന്നതാരാ? എന്താണ്? വയനാട് ദുരന്തത്തെ കുറിച്ച് അറിഞ്ഞത് ഏതിൽ കൂടിയാ? മീഡിയാസിൽ കൂടിയാണ് അല്ലെ, ടിവിയിലെ ന്യൂസിലൊക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള മീഡിയാസ് ബ്രീഫിങ്ങിന് വേണ്ടി അല്ലെ, മീഡിയക്കാരെ വെയിറ്റ് ചെയ്യുന്നതിനുള്ള, അവരെ ഇരുത്തുന്നതിനുള്ള അല്ലെ, എന്താണ്? ഹോൾഡിംഗ് ഏരിയ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യന്റ് ഇൻ കേസ് ഓഫ് പാർട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ ഈസ് ഇവാക്യുവേറ്റഡ്, എന്താണ്? നമ്മുടെ പേഷ്യൻസിന് വെയിറ്റിംഗ് ഏരിയാസിൽ നിന്നോ അല്ലെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരെ പാർപ്പിക്കുന്നതിനുള്ള, അവരെ വെയിറ്റ് ചെയ്യിക്കുന്നതിനുള്ള ഒരു ഹോൾഡിംഗ് ഏരിയാസും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ.
ഇപ്പൊ നമുക്ക് എന്താണ് എമർജൻസി ആ ഒരു കാഷ്വാലിറ്റി കുറച്ചും കൂടി വിപുലീകരിക്കണം. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് റൂമൊക്കെ മാറ്റി അവിടെ കാഷ്വാലിറ്റി ആയിട്ട് നമ്മൾ എന്താണ് ടെമ്പററി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, വേറെ ഒരു സെക്ഷനിൽ ഇരുത്തണ്ടേ നമുക്ക് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ നോൺ ഇഞ്ചുറീഡ് ആളുകളെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇരിക്കുന്നതിനുള്ള ഏരിയ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ആശുപത്രിയുടെ ഒരു ഭാഗം ഒഴിപ്പിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള പേഷ്യൻസിനെയും മറ്റാളുകളെയും ഇരുത്തുന്നതിനുള്ള ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ്, increase bed capacity in times of emergency. അല്ലെ, നമ്മ പറഞ്ഞു എന്താണ് ഇങ്ങനെ പേഷ്യൻസിനെ ഒരുപാട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ സ്പേസ് തികയാതെ വരുന്നു എന്ന് പറഞ്ഞു അല്ലെ, ബെഡുകളൊക്കെ പോരാതെ വരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബെഡ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ, എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബെഡിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഡിസ്ചാർജ് എലക്ടീവ് കേസുകൾ അല്ലെ. എന്താണ്, നമുക്ക് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. നമുക്കറിയാം നമ്മളെ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ വിടുമ്പോൾ എത്ര സമയമാവും? ചിലപ്പോ നമ്മൾ ഈവനിങ് ഒക്കെ ആവുമ്പോഴാണ് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ആണോ? അല്ലേ, നോർമൽ കേസിൽ അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജ് ആയിരിക്കുന്ന പേഷ്യൻസിനെ എത്രയും വേഗം അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ഡിസ്ചാർജ് നടപടികളൊക്കെ നടത്തി പറഞ്ഞേക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ചിലപ്പോ നമ്മൾ റിക്കവറി ആയിട്ടുണ്ടാവും, ചിലപ്പോ ഡോക്ടർ എന്താണ് ഇന്നത്തെയും കൂടി നോക്കിയിട്ട് നാളെ വിടാന്നും പറഞ്ഞ പേഷ്യൻസിനെ കിടത്തിയിട്ടുണ്ടാവാം അല്ലെ. ആണോ? സ്ഥിരത കൈവരിച്ച രോഗികൾ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് നൽകി അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുക. നെക്സ്റ്റ് എന്താണ്, നോൺ എമർജൻസി, സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. നോൺ എമർജൻസി ആയിട്ടുള്ള അല്ലെ അധികം ഗുരുതരമല്ലാത്ത പേഷ്യൻസിനൊക്കെ എന്താണ് ഡിസ്ചാർജ് അഡ്മിറ്റ് ചെയ്യുന്നത് നിർത്തിവെക്കുക. നെക്സ്റ്റ്, ചേഞ്ച് വെയിറ്റിംഗ് ഓർ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക്ഷിഫ്റ്റ് വാർഡ്. എന്താണ് വെയിറ്റിംഗ് ഏരിയാസ് അതല്ലെങ്കിൽ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ്, രോഗി പരിചരണ ഏരിയാസ് അല്ലാത്ത മേഖലകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ താൽക്കാലികമായിട്ട് വാർഡുകളാക്കി മാറ്റുക. നെക്സ്റ്റ് പറയുന്നത് പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് റിലീസ് അല്ലെ. എന്താണ് നമ്മുടെ പൊതുവിവരങ്ങളുടെ ആശയവിനിമയത്തിന്റെ ആസൂത്രണം അല്ലെ. ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ഡിസാസ്റ്റർ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇൻഫർമേഷൻ കിട്ടാറുണ്ട് അല്ലെ, ഇനി ഇത്ര ആളുകളെ കൂടി കൊണ്ടുവരാനുണ്ടെന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് കൊടുക്കാറില്ലേ ദുരന്ത മേഖലയിൽ നിന്നും അല്ലെ. നമ്മൾ കേൾക്കാറില്ലേ ഇനിയും ഇത്ര ആളുകളെ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിലെ സജ്ജീകരണങ്ങൾ നടത്താൻ പറ്റുമോ? കൂടുതൽ ആളുകളെ കൊണ്ടുവരാനായിട്ട് അല്ലെ സജ്ജീകരണങ്ങൾ നടത്താൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെയുള്ള പൊതുവിവരങ്ങളുടെയും ആശയവിനിമയത്തിന്റെയും ആസൂത്രണം. നെക്സ്റ്റ് പറയുന്നത് പ്ലാനിങ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽ ഇൻ എമർജൻസി സിറ്റുവേഷൻ. എന്താണ് നമ്മുടെ അടിയന്തര സാഹചര്യത്തില് ആശുപത്രികളുടെ സുരക്ഷ ആസൂത്രണം ചെയ്യുക അല്ലെ. നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരാണ്, അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. അവരുടെ റിലേറ്റീവ്സ് വരും, മീഡിയാസ് വരും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം, അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ സുരക്ഷ കൂടി ആസൂത്രണം ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെ അവർക്ക് എന്താണ്
അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മൾട്ടിപ്പിൾ ഏജൻസികളിൽ നിന്ന് വരുന്ന അല്ലെ ഒരുപാട് ഏജൻസികളിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ട കമാൻഡ് നിർദ്ദേശം കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അൺപ്ലാനഡ് ആയിട്ടുള്ള ഇവന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് എഫക്റ്റീവായ രീതിയിൽ അല്ലെ ഫലപ്രദമായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ള അതിനു വേണ്ട കമാൻഡുകളും പിന്നെന്താണ് കമാൻഡ് അത് കൺട്രോൾ ചെയ്യുക, ആ പ്രവർത്തനങ്ങൾ കോർഡിനേഷൻ ചെയ്യുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തെയാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാം? ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ആ ചാപ്റ്റർ. നമ്മ പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ മിസ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഡിസാസ്റ്റർ ഫേസ് ഉണ്ട്. ഓക്കെ ആണോ മിസ് എടുത്തത്? ഓക്കെ ആണോ ഒന്ന് എടുത്തത്? ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കാരണമാണ് കേട്ടോ മിസ് ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്, മറ്റു ചാപ്റ്റേഴ്സിനെ പോലെയല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.